ഇവിടെ ഒരാൾ ഇടിയുടെ ശബ്ദം കേൾക്കുമ്പോൾ ഒരു ഡ്രെയിനേജ് പൈപ്പ് തകർക്കാൻ ശ്രമിക്കുന്നു. അതിനുശേഷം അടുത്ത ഇടി വെട്ടുന്നത് വരെ കാത്തിരിക്കുന്നു. ഇടി വെട്ടുമ്പോൾ വീണ്ടും ആ പൈപ്പ് തകർക്കാൻ ശ്രമിക്കുന്നു. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ഒരു പൈപ്പ് മാത്രമാണ് ജയിലിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏക വഴി. സോ അത് തകർക്കുന്ന ശബ്ദം പുറത്തുള്ള പോലീസുകാർ കേൾക്കാതെ ഇരിക്കാനായി ശ്രദ്ധയോടെ ചെയ്തുകൊണ്ടിരിക്കുന്നു. കുറെ നേരം ട്രൈ ചെയ്തതിന്റെ ഫലമായി അവസാനം ആ പൈപ്പ് പൊട്ടുന്നു. ഒട്ടും സമയം കളയാതെ എത്രയൊക്കെ സ്മെല്ലുണ്ടെങ്കിലും അതൊന്നും കാര്യമാക്കാതെ അതുവഴി 500 മീറ്റർ ദൂരെയുള്ള നദിയിലേക്ക് വന്നെത്തുന്നു. അടുത്ത ദിവസം അവനെ കാണാനില്ലെന്നറിഞ്ഞ് വാർഡൻ അവന്റെ സെല്ല് വന്ന് പരിശോധിക്കുന്നു. പക്ഷെ അവിടെ രക്ഷപ്പെട്ടു പോകാൻ ഒരു വഴിയുമില്ലാത്തത് കണ്ട് കൺഫ്യൂസ് ആവുന്നു. അപ്പോൾ അവിടെ ജനലിരുന്ന ഒരു കല്ല് ദേഷ്യത്തോടെ ചുവരിലേക്ക് എടുത്തെറിഞ്ഞപ്പോൾ അതവിടെ ഉണ്ടായിരുന്ന പോസ്റ്ററുകൾ കൊണ്ട് അതിലൊരു ഹോൾ ഉണ്ടാവുന്നു. ഉടനെ അത് കീറി മാറ്റി നോക്കുമ്പോൾ അവിടെ ഒരു തുരങ്കം കാണുന്നു. അത് കണ്ട് അവിടെ ഉണ്ടായിരുന്നവനെല്ലാം ഷോക്ക് ആവുന്നു. ഉടനെ ഡോഗ് സ്ക്വാഡിനെ വരുത്തി അവനെ അന്വേഷിക്കാൻ തുടങ്ങുന്നു. അവൻ ജയിലിലിട്ടിരുന്ന ഡ്രസ്സും ഒരു കുഞ്ഞു ഹാമറും നദിയിൽ നിന്ന് കിട്ടുന്നു. അത് കണ്ടപ്പോൾ അവൻ എങ്ങനെയാണ് രക്ഷപ്പെട്ടതെന്ന് അവർക്ക് മനസ്സിലാവുന്നു. അവൻ ആ കുഞ്ഞു ഹാമർ യൂസ് ചെയ്ത് വർഷങ്ങളായി നിർത്താതെ തുരങ്കമുണ്ടാക്കിയാണ് അവസാനം അവിടെ നിന്ന് രക്ഷപ്പെട്ടത്.